രാത്രി അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. മലയോര മേഖലകളിൽ പലയിടത്തും മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇന്നലെ രാത്രി റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് ഇതുവരെ നീക്കം ചെയ്യാനായിട്ടില്ല. നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയുള്ള വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇന്ന് അല്പം തെളിഞ്ഞിട്ടുണ്ട്. ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന ഡാമുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും ചെറു ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അത് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളാണ് പ്രധാനമായും തുറന്നിട്ടുള്ളത്. കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. 6 ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പ്രധാനമായും തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. മീൻ പിടിക്കാനോ അല്ലെങ്കിൽ പുഴ മുറിച്ചു കിടക്കാനോ കുളിക്കാനോ ഒന്നും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കല്ലാർകുട്ടി, പാമ്പറ ഡാമുകൾ തുറന്നിട്ടുള്ളതിനാൽ മുതിരപ്പുഴ, പെരിയാർ തീരങ്ങളിൽ ഉള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വെള്ളം ഒഴുകിയെത്തുന്നത് എറണാകുളത്തേക്കാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ജലനിരപ്പ് ഒരുപക്ഷെ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ ഡാമിന്റെ ഷട്ടറുകൾ ഓരോന്നായി അടയ്ക്കുകയും ചെയ്യും, ജലനിരപ്പ് ക്രമീകരിക്കുകയും ചെയ്യും. എന്തായാലും ഇതിനിടയിലാണ് ലോവർ പെരിയാർ വൈദ്യുത നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. പാറക്കല്ലുകൾ വീണ 2 ഫീഡറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ ഈ സമയത്തുണ്ടായിരുന്നു. അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മുമ്പും ഇതിന് സമീപത്തായി തന്നെ സ്വിച്ച് യാർഡിലേക്ക് കല്ലും മണ്ണുമെല്ലാം ഇടിഞ്ഞു വീണിരുന്നു. ഇടുക്കി, ബ്രഹ്മപുരം എന്നീ ഫീഡറിലേക്കുള്ള വൈദ്യുതി ബന്ധവും താൽക്കാലികമായി നിലച്ചിരുന്നു. എന്തായാലും ഇത് ഭാഗികമായി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. വൈദ്യുതി വിതരണം അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കാര്യമായ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ മണ്ണും കല്ലും തുടർച്ചയായി ഈ വീഴുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ മലയോര മേഖലകളിൽ വീണ്ടും അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക, ഈ മണ്ണും കല്ലും എല്ലാം പതിച്ച് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട ആവശ്യമായ നടപടിക്രമങ്ങൾ, വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് അതാത് ജില്ലാ, താലൂക്ക് അടിസ്ഥാനങ്ങളിലുള്ള കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അല്പം തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഈ ജില്ലയിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം അതിശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള മലയോര മേഖലകളിൽ ഉള്ളവർക്ക് അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 3 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.